ശോ, ഇതുവരെയായിട്ട് അവളെ കാണാനില്ലല്ലോ. എങ്കിൽ രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കി വെക്കാം. ഒരു 3-4 പുട്ടുണ്ടാക്കി വെക്കാം. അതെ, അവര് വന്നു തോന്നുന്നു. അതെ ചേച്ചി, ആ ഓട്ടോക്കാശ് ഇങ്ങോട്ട് കൊടുത്തേക്ക്. എടാ ചോട്ടു, നീ പോയി ആ ഓട്ടോക്കാശ് കൊടുത്തിട്ട് വന്നേ. രാവിലെ ഇന്നിവിടെ എന്താ ചേച്ചി കഴിക്കാൻ? അതോ, നീ വരാൻ വൈകിയോണ്ട് ഞാനൊന്ന് പുട്ടുണ്ടാക്കി. ഓ, അതേതായാലും നന്നായി. മനുഷ്യന് വിശന്നിട്ട് വെള്ളം. ഒരു പ്ലേറ്റ് പുട്ടെടുത്താ ചേച്ചി. ആ, എടുത്ത് കഴിച്ചോളൂ. എടാ മനുഷ്യ, നിങ്ങൾക്കറിയോ, അവളെ ഒറ്റടിക്ക് കയറ്റിയത് 4 കുറ്റി പുട്ട അവള് തട്ടിയത്. ഓ, മനുഷ്യനെ അവളെ തട്ടാനുള്ള ദേഷ്യമുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ, അവസ്ഥ ഇതായി പോയില്ലേ. കൊച്ചമ്മ, ഓ, വിളിക്കണുണ്ട്. അടുത്തത് എന്തിനാണാവോ? എന്റെ ദൈവമേ, ഞങ്ങളുടെ ടേബിളിന്റെ പക്കത്തല്ലേ ഇവിളി കയറിയിരിക്കണത്. ടേബിൾ ഓടിക്കോ ആവോ? കൊച്ചമ്മോ, ഇത് ഇന്നത്തെ ന്യൂസ് പേപ്പർ അല്ലേ? എനിക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റിയില്ലെന്നേ. ആ അമലക്കൊലക്കേസ് എന്തായാവോ? അവളുടെ ഭർത്താവിന് വേറെ ബന്ധം ഉണ്ടായിരുന്നെന്നൊക്കെ കേട്ടത്. ഞാനിപ്പോ ഈ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയം കൊണ്ട് കൊച്ചമ്മ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാവോ? മാങ്ങാത്തൊലി ഇവളെ നിർത്തിയത് എന്തിനാണാവോ? അതും ഞാൻ തന്നെ ചെയ്യണം. അമ്പോ, ഇവിടെ കഞ്ഞിയൊക്കെ നേരത്തെ ആയല്ല. ആ, പിന്നെ നിന്നെ നോക്കി നിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ചേച്ചി ആ പച്ചക്കറിക്കും കൂടെ ഒന്ന് അരിഞ്ഞു വെക്കായിരുന്നില്ലേ? അപ്പൊ പണി എളുപ്പാവില്ലായിരുന്നു. ഞാനപ്പത്തേനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ചേച്ചി അപ്പേ ആ ചിന്നും മിന്നൊക്കെ എന്തേ? അവൾമാരൊക്കെ പെമ്പിള്ളേർ ഇവിടെ രണ്ടുപേരുണ്ടായിട്ട് ഇവിടെ ഒരു പണിയും ചെയ്യില്ലല്ലേ? അവരോട് പറ ഒന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാൻ. പറ്റിയ ആ കറിയും കൂടെ ഒന്ന് ഉണ്ടാക്കിക്കോ. ഞാനിപ്പോ ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. ഓ ശരി, എന്നാ ആയിക്കോട്ടെ. ഓ, ഈ കെട്ടിലമ്മ ചമ്മയാൻ വന്നതാണ് ഇവളിവിടെ. ഓഫ്, പണി മൊത്തം ഞാൻ തന്നെ എടുക്കണം. പിന്നെ ഇവളിവിടെ നിക്കണ എന്തിനാണാവോ? ആ എടി ശ്യാമളെ, നീ എന്തെടുക്കുവാ? ഭക്ഷണമൊക്കെ കഴിഞ്ഞാ? ആ, ഇവിടെ ഞങ്ങള് കഴിച്ച്. പിന്നെ ഞാനിവിടെ പുതിയ പണിക്ക് കയറിയടി, ആ വീട്ടിലാ. ആ, പിന്നെ പിള്ളേരൊക്കെ എന്നേ സ്കൂളിൽ പോയാ? ഓ, ഇന്ന് ക്ലാസ് ഇല്ലല്ലേ, ഞാനത് മറന്നുപോയി. എടി എങ്കിൽ ശരി, ഞാൻ വെക്കട്ടെ. എനിക്കാണെങ്കിലേ വീട്ടിൽ പോകാനുള്ള സമയമായി. ആ ശരി എന്നാ. എന്റെ മാതാവേ, ഇവളിങ്ങനെ സംസാരിച്ച ഫോൺ ബില്ല് കത്തി കയറുമല്ല. ആ ചേച്ചി, പണിയൊക്കെ കഴിഞ്ഞാ? എങ്കിൽ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ. പണിയൊക്കെ കഴിഞ്ഞില്ലേ? നാളെ വരാൻ ഞാൻ പോയിട്ട്. ഓ ശരി, ആയിക്കോട്ടെ. ജോർജേട്ടാ, എന്താടി വിളിച്ചേ? ആ മരണം പോയി. അവള് 2 മണിയായപ്പോ തന്നെ ചത്ത തീറ്റയും കഴിഞ്ഞ് വൈകുന്നേരത്തേക്കുള്ള കെട്ടിപ്പൊതിഞ്ഞ് എടുത്തോണ്ട് പോയി. പണി ഒന്നും തീർന്നതും ഇല്ല. അതല്ലേ അവള് പറഞ്ഞത്, വന്നും പോയൊക്കെ നിക്കാന്ന്. രാവിലെ വരിക, ഉച്ചക്ക് പോവുക. മാസം ആദ്യം കറക്റ്റ് ശമ്പളം വാങ്ങിക്കുക.